ഒരു ദിവസം നന്നായി തുടങ്ങിയാൽ എല്ലാ ജോലികളും വിജയകരമായിരിക്കുമെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും പണ്ഡിതന്മാരും പറയുന്നു. എന്നാൽ രാവിലെ പലപ്പോഴും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ ചെയ്യുന്നു. അത് അവരുടെ ജോലിയെയും ആരോഗ്യത്തെയും പോലും നശിപ്പിച്ചേക്കാം. രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനാൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വിശദമായി അറിയാം. സുഹൃത്തുക്കളെ, ആദ്യം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോ എവിടെയും ഒഴിവാക്കാതെ കാണുക. അപ്പോൾ മാത്രമേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകൂ. ഒരിക്കൽ ലക്ഷ്മി ദേവി ശ്രീഹരിയോട്, "ഓ പ്രഭോ, എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. ദയവായി അവ നിവാരണം ചെയ്യുക" എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീഹരി ദേവി, "നിന്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം മടിക്കാതെ ചോദിക്കൂ" എന്ന് പറഞ്ഞു. ഒരാൾ ജീവിതകാലം മുഴുവൻ ദരിദ്രനായിരിക്കും. അതുപോലെ ചിലർ ദാരിദ്ര്യത്തിൽ നിന്ന് വീണ്ടും അവർ അതിവേഗം സമ്പന്നരാകുന്നു. ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ലക്ഷ്മിദേവി ചോദിച്ചു. അപ്പോൾ ശ്രീഹരി ഇങ്ങനെ പറയുന്നു, "ദേവി, നീ ലോക നന്മയ്ക്കായി വളരെ നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത്. ദേവി, ഒരു വ്യക്തി ദരിദ്രനായിരിക്കുന്നതിന് 4 കാരണങ്ങളുണ്ട്. ആരാണ് ഈ 4 ശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നത്? അവരെ ജീവിതത്തിൽ സമ്പന്നരാകുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല ദേവി. അവയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ നിനക്ക് ഒരു കഥയിലൂടെ വിശദമായി പറയാം. എന്നാൽ ഈ കഥ മുഴുവനായി കേൾക്കണം. അല്ലെങ്കിൽ വലിയ പാപം വന്നു ചേരും. അതിനാൽ നീ മുഴുവനായി കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ കഥ പറയാൻ തുടങ്ങുന്നു" എന്ന് ശ്രീഹരി പറയുന്നു. "പ്രഭു, ഞാൻ ഈ കഥ അവസാനം വരെ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുമെന്ന് ലക്ഷ്മിദേവി പറയുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളും ഈ കഥ അവസാനം വരെ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു കാട്ടിൽ ഒരു സാധു മഹാരാജാവിന്റെ ആശ്രമം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ജ്ഞാനിയും തപോശക്തി നിറഞ്ഞവനുമായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുമായിരുന്നു. അതിനടുത്ത് ഉള്ള ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ തന്റെ ഭാര്യയും കുട്ടികളുമായി താമസിച്ചിരുന്നു. ആ കർഷകന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. അവൻ കൃഷി ചെയ്യാൻ വളരെ കുറഞ്ഞ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭൂമി കല്ലുകളും മുള്ളുകളുമുള്ള കുറ്റിച്ചെടികളാൽ നിറഞ്ഞിരുന്നു. ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കൂടാതെ ആ കർഷകൻ രാവിലെ വൈകി ഉണർന്ന് ഒരു പദ്ധതിയും ഇല്ലാതെ തന്റെ ദിവസം ആരംഭിക്കും. അവൻ മിക്കവാറും മടി കാരണം തന്റെ ജോലി മാറ്റിവെക്കും. അതുമൂലം അയാൾക്ക് കൃഷിയിൽ നഷ്ടം സംഭവിക്കും. അതിനാൽ അവന്റെ കുടുംബത്തിന് ആവശ്യത്തിന് ഭക്ഷണവും വരുമാനവും ലഭിച്ചില്ല. അവന്റെ ഭാര്യ കഠിനാധ്വാനം ചെയ്യുന്ന ക്ഷമയുള്ള സ്ത്രീയാണ്. അവൾ അതിരാവിലെ ഉണർന്ന് വീട്ടുജോലികൾ എല്ലാം ചെയ്ത് കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് സ്കൂളിൽ അയക്കും. ആ കർഷകന്റെ ഭാര്യ തന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ആ കർഷകൻ ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത്. മഴക്കാലം വന്നാൽ വീട് മുഴുവൻ മണ്ണുകൊണ്ട് നിറയും. തന്റെ കുട്ടികളുടെ ദുരിതങ്ങൾ കണ്ട് കർഷകൻ വളരെ മനം നൊന്തുപോയിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ നന്നായി പഠിച്ചിരുന്നു. എന്നാൽ ഉപരിപഠനത്തിന് ആ കർഷകന്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഓരോ ദിവസവും നല്ല ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഇടയ്ക്കിടെ രോഗങ്ങൾ വന്നിരുന്നു. ആ കർഷകനെ ആ നിലയിൽ കണ്ടിട്ട് ചില ഗ്രാമവാസികൾ ധൈര്യം പറഞ്ഞു. മറ്റുള്ളവർ ഇത് അവന്റെ മടിയാണെന്ന് ശപിച്ചു. ആ കർഷകൻ വളരെ നിരാശനായിരുന്നു. അയാൾ സഹായമില്ലാത്തവനായിരുന്നു. ഓരോ രാത്രിയും
തന്റെ ജീവിതം എപ്പോഴാണ് മാറുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അയാൾ വീണ്ടും അതേ രീതി പിന്തുടർന്നു. ഒരു ദിവസം ആ കർഷകന്റെ ഭാര്യയ്ക്ക് ആ സന്യാസി മഹാരാജാവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അവൾ തന്റെ ഭർത്താവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അയ്യോ, ഒരു സന്യാസി മഹാരാജാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടത്രേ. നിങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് പോകുക. നമ്മുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം പറയാൻ കഴിയുമായിരിക്കും. എന്നാൽ ആ കർഷകൻ പോകാൻ മടിച്ച് നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ ഭാര്യയുടെ നിർബന്ധം കാരണം അദ്ദേഹം സാധു മഹാരാജാവിന്റെ ആശ്രമത്തിലേക്ക് പോയി. ആ കർഷകൻ സാധു മഹാരാജാവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു വണങ്ങി. തന്റെ ദാരിദ്ര്യത്തെയും പ്രശ്നങ്ങളെയും കുറിച്ച് പറഞ്ഞു. സ്വാമി, ഞാൻ വളരെ ദരിദ്രനാണ്. ഞാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്നു. എനിക്ക് സന്തോഷം ലഭിക്കുന്നില്ല. ദയവായി എനിക്ക് വഴികാട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ സാധു മഹാരാജാവ് ആ കർഷകനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദാരിദ്ര്യം എന്നത് പണമില്ലായ്മ മാത്രമല്ല, നിങ്ങളുടെ മനസ്ഥിതിയും ശീലങ്ങളും ശരിയല്ലാത്തതുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ശീലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവ മനസ്സിലാക്കി പിന്തുടരുകയാണെങ്കിൽ അവ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും നിങ്ങളെ സമ്പന്നരാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ആ കർഷകൻ സാധു മഹാരാജാവിനോട് ദയവായി ആ 4 ശീലങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാധു മഹാരാജ പറഞ്ഞു, ശരി, കേൾക്കൂ. ഒരാൾ രാവിലെ ഉണർന്ന് മടിയനായി തന്റെ ദിവസം ശരിയായി തുടങ്ങിയില്ലെങ്കിൽ അവന്റെ ജീവിതം എപ്പോഴും പാഴായി പോകും. ഒരു ചെറിയ കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറയാം, കേൾക്കൂ. വളരെക്കാലം മുമ്പ് ഒരു രാജാവ് തന്റെ രാജ്യത്ത് മടിയനായിരുന്നു കർഷകരെ ശിക്ഷിച്ചു. ഒരു ദിവസം രാജാവ് മടിയനായിരുന്നതുകൊണ്ട് അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നു എന്ന് അറിയിക്കാൻ ആഗ്രഹിച്ചു. രാവിലെ കൊട്ടാരത്തിൽ ആദ്യം വരുന്നവർക്ക് വജ്രങ്ങളും നാണയങ്ങളും ലഭിക്കുമെന്ന് ജനങ്ങളെ അറിയിച്ചു. എന്നാൽ പല കർഷകരും മടി കാരണം വൈകിയെത്തി. അവർ അവിടെ എത്തിയപ്പോൾ നിധി അവിടെ നിന്ന് എടുത്തിരുന്നു. ഒരു വയസ്സായ കർഷകൻ എപ്പോഴും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആദ്യം വന്ന് രാജാവിൽ നിന്ന് സമ്മാനം നേടും. മടിയനായവൻ തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമെന്ന് രാജാവ് എല്ലാ കർഷകരോടും പറഞ്ഞു. കൃത്യസമയത്ത് എഴുന്നേറ്റ് ജോലി തുടങ്ങുന്നതാണ് വിജയത്തിന് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. സന്യാസി അത് കേട്ടപ്പോൾ ആ കർഷകൻ തലകുനിച്ച് താനും രാവിലെ വൈകിയാണ് എഴുന്നേൽക്കുന്നതെന്നും ദിവസം മുഴുവൻ ക്ഷീണിതനാണെന്നും സമ്മതിച്ചു. അപ്പോൾ സാധു മഹാരാജ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദിവസം ആരംഭിക്കാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. രണ്ടാമത്തെ ശീലം നെഗറ്റീവ് ചിന്തയാണ്. ഒരാൾ രാവിലെ ഉണരുമ്പോൾ വിഷമിപ്പിക്കുന്ന ചിന്തകൾ ചിന്തിച്ചാൽ അവന്റെ മനസ്സിൽ ഭയവും അതൃപ്തിയും ഉണ്ടാകും. ഇപ്പോൾ അവന്റെ എല്ലാ ശക്തിയും നശിക്കും. ഒരിക്കൽ ഒരു വ്യവസായി തന്റെ പ്രശ്നം ഞങ്ങളുടെ ഗുരുവിനോട് പറഞ്ഞു. സ്വാമി, ഞങ്ങളുടെ ബിസിനസ് ഓരോ ദിവസവും കുറയുകയാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഗുരു ഓരോ ദിവസവും രാവിലെ തന്റെ ചിന്തകളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം ഒരു വ്യവസായിയെ അതിരാവിലെ ഫോണിൽ വിളിച്ച്, ഇനിയും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് ആ വ്യവസായി ഇന്നും നഷ്ടം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാവിലെ നെഗറ്റീവ് ചിന്തകൾ ചെയ്യരുത്. ഇന്ന് സഹകരിക്കില്ല, ആ ജോലി നടക്കില്ല, ഈ ജോലി നടക്കില്ല എന്ന് രാവിലെ ചിന്തിക്കാൻ പാടില്ല. അത്തരം നെഗറ്റീവ് ചിന്തകളാൽ ദിവസം മുഴുവനായും നിഷേധാത്മകവും ആശയക്കുഴപ്പവും ആയിരിക്കും. സാധു മഹാരാജാവിനോട് എങ്ങനെ എന്ന് വീണ്ടും ചോദിച്ചു. മൂന്നാമത്തെ ശീലം അച്ചടക്കമില്ലായ്മയാണ്. ഒരാൾ തന്റെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുന്നില്ലെങ്കിൽ അയാൾക്ക്
തന്റെ പ്രവൃത്തിയുടെ ഫലം ഒരിക്കലും ലഭിക്കില്ല എന്ന് സാധു മഹാരാജ് ഒരു കഥ പറഞ്ഞു. ഒരു യുവശിഷ്യൻ തന്റെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്ന് ചോദിച്ചു. ഗുരു എങ്ങനെ മറുപടി നൽകി? എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് നേരത്തെ എഴുന്നേറ്റ് ധ്യാനിച്ച് നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യുക എന്ന് അന്ന് ആരംഭത്തിൽ കുറച്ചു ദിവസം ഗുരു പറഞ്ഞത് പോലെ ചെയ്തു. എന്നാൽ പിന്നീട് മടി കാരണം അവൻ തന്റെ ചിട്ടകൾ കൈവിട്ടു. ഗുരു ശിഷ്യനെ വിളിച്ച് വിജയം കഠിനാധ്വാനം കൊണ്ട് മാത്രം വരുന്നതല്ല, ചിട്ടയും അച്ചടക്കത്തിൽ നിന്നും വരുന്നു എന്ന് വിശദീകരിച്ചു. നിങ്ങൾ നിങ്ങളുടെ സമയത്തെ മാനിക്കുന്നില്ല എങ്കിൽ കാലം നിങ്ങളെ മാനിക്കില്ല. പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ആ ശിഷ്യൻ തന്റെ ഗുരുവിനെ അനുസരിച്ച് തന്റെ ജീവിതം ചിട്ടയോടെ ക്രമീകരിച്ചു. പടിപടിയായി അദ്ദേഹം തന്റെ ലക്ഷ്യങ്ങൾ നേടി. തന്റെ ദൈനംദിന കാര്യങ്ങൾ ക്രമരഹിതമാണെന്നും തന്റെ ജോലിയിൽ അശ്രദ്ധനാണെന്നും ആ രാജാവ് മനസ്സിലാക്കി. സാധു മഹാരാജാവിന് ചിട്ട പാലിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. ഒടുവിൽ സാധു മഹാരാജാവ് നാലാമത്തെ ശീലത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഓരോ ദിവസവും പുതിയതായി എന്തെങ്കിലും ആരംഭിച്ച് അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും അപൂർണമായിരിക്കും. അദ്ദേഹം മറ്റൊരു കഥ പറഞ്ഞു. അത് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും. ഒരാൾക്ക് തന്റെ ഗ്രാമത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അയാൾ ധാരാളം മരങ്ങൾ നട്ടു, പക്ഷേ അവയെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും പുതിയ ചെടികൾ നട്ടു, പക്ഷേ പഴയ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ എല്ലാ ചെടികളും ഉണങ്ങിപ്പോയി. അയാൾ സാധു മഹാരാജാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ എല്ലാ ദിവസവും പുതിയ ചെടികൾ നട്ടു, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് വിജയിക്കാൻ കഴിയാത്തത്? അപ്പോൾ സാധു മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യക്തി സ്ഥിരതയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും തന്റെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ സ്ഥിരതയും ശ്രദ്ധയും ആവശ്യമാണ്. ആ കർഷകനും പല ജോലികളും തുടങ്ങി, പക്ഷേ അവയൊന്നും ഒരിക്കലും പൂർത്തിയാക്കിയില്ല. ഇങ്ങനെ സാധു മഹാരാജാവിന്റെ വാക്കുകൾ ആ കർഷകന്റെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. അദ്ദേഹം തന്റെ പ്രഭാത ശീലങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. സാധു മഹാരാജാവ് വാഗ്ദാനം ചെയ്തു, ഇന്നു മുതൽ തന്റെ ശീലങ്ങൾ മാറ്റുമെന്ന്. ഇപ്പോൾ അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് പൂർണ്ണ സമർപ്പണത്തോടെ തന്റെ ദിവസം പ്രാർത്ഥനയോടെ ആരംഭിച്ചു. കൂടാതെ ധ്യാനം അദ്ദേഹത്തിന് മാനസിക സമാധാനം നൽകി. അദ്ദേഹത്തിന്റെ ചിന്ത പോസിറ്റീവായി മാറി. അദ്ദേഹം തന്റെ പാടത്ത് ജോലി ചെയ്യാൻ ഒരു ദിനചര്യ രൂപീകരിച്ചു. അച്ചടക്കം ആ കർഷകനും പ്രാധാന്യം മനസ്സിലാക്കി. ഇത് അദ്ദേഹത്തിന്റെ പുരോഗതിക്ക് പ്രധാന കാരണമായി മാറും. എല്ലാ ദിവസവും തന്റെ വയലിൽ 8 മണിക്കൂർ ജോലി ചെയ്യണം. അതിനുശേഷം തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആഴ്ചയിൽ ചില വിളകൾ നടുക അല്ലെങ്കിൽ തന്റെ വീട് വൃത്തിയാക്കുക തുടങ്ങിയ ചെറിയ ലക്ഷ്യങ്ങൾ അദ്ദേഹം നിശ്ചയിച്ചു. എല്ലാ ദിവസവും തന്റെ ലക്ഷ്യം നേടുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. ക്രമേണ ആ കർഷകന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിള നന്നായി വളരാൻ തുടങ്ങി. ഗ്രാമവാസികൾ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ പ്രശംസിക്കാൻ തുടങ്ങി. അദ്ദേഹം തന്റെ സമ്പത്ത് കൊണ്ട് തന്റെ കുട്ടികളെ പഠിപ്പിക്കുകയും ഒരു പുതിയ വീട് പണിയുകയും ചെയ്തു. കർഷകൻ തന്റെ ബൈക്ക് നന്നാക്കി. ഭാര്യയ്ക്ക് പുതിയൊരു ഗ്രൈൻഡർ വാങ്ങി. അതോടെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലികൾ എളുപ്പമായി. കർഷകന്റെ ജീവിതം ഇപ്പോൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. ഒരു കാലത്ത് മടിയനും പരാജയപ്പെട്ടവനും എന്ന് വിളിച്ചിരുന്ന ഗ്രാമവാസികൾ ഇപ്പോൾ അദ്ദേഹത്തെ പ്രശംസിക്കാൻ തുടങ്ങി. കർഷകന്റെ ഭാര്യയും തന്റെ ഭർത്താവിന്റെ പുതിയ ശീലങ്ങൾ കണ്ട് വളരെ സന്തോഷിച്ചു. ഇപ്പോൾ കർഷകൻ തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. സാധു മഹാരാജാവ് പറഞ്ഞ 4 ശീലങ്ങൾ കർഷകന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവന്നത് മാത്രമല്ല, തന്റെ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും പുറത്തുകടക്കാൻ ഒരു വഴി കണ്ടെത്തി. നമ്മൾ രാവിലെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക്
ഇടപെടലുകൾ ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കും. രാവിലെ ഉണർന്നതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാഗ്യത്തിന് പകരം നിർഭാഗ്യം നിഴൽ പോലെ പിന്തുടരും. സന്തോഷത്തിന് പകരം ദുഃഖങ്ങളുടെ മല പിന്തുടരും. കുടുംബത്തിൽ മോശം ഫലങ്ങൾ ഉണ്ടാകും. രാവിലെ അബദ്ധത്തിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ ഉണർന്നയുടൻ പലരും കണ്ണാടിയിൽ തങ്ങളുടെ മുഖം നോക്കുന്നു. ഇത് വാസ്തു ശാസ്ത്രമനുസരിച്ച് വളരെ അപകടകരമാണ്. അതുപോലെ ദുഷ്യഗുണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് രാവിലെ ഉണർന്നയുടൻ ദൈവത്തിന്റെ ചിത്രം നോക്കുക. ഇത് വളരെ മംഗളകരമാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദിവസം നന്നായി ആരംഭിക്കും. രണ്ടാമതായി, ഒരു വ്യക്തിയുടെ ഭാഗ്യം നമ്മുടെ വീടിന് മുന്നിലുള്ള അടഞ്ഞ വീടിനെ ആശ്രയിച്ചിരിക്കുന്നു. വീടിന് മുന്നിലുള്ള അടഞ്ഞ വീട് വരാനിരിക്കുന്ന മോശം സമയങ്ങളെ സൂചിപ്പിക്കുന്നു. ശാസ്ത്രമനുസരിച്ച് അടഞ്ഞ വീട് കാണുന്നത് ഒരു മോശം സാഹചര്യത്തിലേക്ക് നയിക്കും. എന്നാൽ ഇത് ദൈനംദിന ജോലികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ജോലിയും മോശമാവുകയും ചെയ്യും. സുഹൃത്തുക്കളെ, രാവിലെ ഉണർന്നയുടൻ വൃത്തിയില്ലാത്ത പാത്രങ്ങൾ കാണുന്നത് ശരീരത്തിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുന്നു. സംസ്ഥാനങ്ങൾ അനുസരിച്ച് രാത്രി അടുക്കള വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉറങ്ങാവൂ. വീട്ടിൽ വൃത്തിയില്ലാത്ത പാത്രങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വഴിവെക്കും. കാരണം ലക്ഷ്മി ദേവി അടുക്കളയിലാണ് വസിക്കുന്നത്. ഓരോ ഭക്ഷണത്തിന് ശേഷവും അടുക്കളയിലുള്ള വൃത്തിയില്ലാത്ത പാത്രങ്ങൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ലക്ഷ്മി ദേവി ആ വീട് സ്ഥിരമായി ഉപേക്ഷിക്കും. ഇത് വീട്ടിൽ ദാരിദ്ര്യത്തിന് കാരണമാകും. രാത്രിയിൽ അടുക്കളയിൽ വൃത്തിയില്ലാത്ത പാത്രങ്ങൾ ഒരിക്കലും വെക്കരുത്. അതുപോലെ രാവിലെ ഉണർന്നതിന് ശേഷം നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെയോ മറ്റൊരാളുടെയോ നിഴൽ കാണുന്നത് നല്ലതല്ലെന്ന് വർഷങ്ങളായി പറയുന്നു. നിഴൽ കാണുന്നത് ഒരു ദുഷ്യഗുണമായി കണക്കാക്കപ്പെടുന്നു. നിഴൽ കാണുന്നത് ഒരു വ്യക്തിക്ക് ഉത്കണ്ഠയും ഭയവും ഉണ്ടാക്കും. ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശ്രദ്ധ വ്യതിചലിക്കും. അവസാനമായി, മൃഗങ്ങളുടെ ചിത്രം. നിങ്ങൾ ഉണരുമ്പോൾ ഒരു പശുവിനെ കണ്ടാൽ അത് വളരെ മംഗളകരമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ശാസ്ത്രമനുസരിച്ച് രാവിലെ ഉണരുമ്പോൾ ഒരു അക്രമാസക്തനായ മൃഗത്തിന്റെ ചിത്രവും കാണരുത്. ഇത് ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കുകയും സംഘർഷങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ശ്രീഹരി ലക്ഷ്മി ദേവിക്ക് വിശദീകരിച്ചു. ഇത് കേട്ട് ലക്ഷ്മി ദേവി വളരെ സന്തോഷിച്ചു. വിഷ്ണുവിൻ നന്ദി പറയുന്നു. രാവിലെ ഉണർന്നയുടൻ സ്ത്രീകൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും ഉണ്ടാകും. തലമുറകളായി കുറയാത്ത സമ്പത്ത് നൽകും. വേണ്ടെന്ന് പറഞ്ഞാലും സമ്പത്ത് വരും. ഓരോരുത്തർക്കും ലക്ഷ്മി കടാക്ഷം വേണം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല. ലക്ഷ്മിയുടെ അനുഗ്രഹമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. മഹാലക്ഷ്മി സമ്പത്ത് നൽകുന്നവളാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ലക്ഷ്മിയുടെ രൂപമായതുകൊണ്ട് വീട്ടിലെ സ്ത്രീകൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉറപ്പായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവ എല്ലാം പഴയ രീതികളാണ്. ഇപ്പോൾ കാലം മാറി. സ്ത്രീകളും ജോലി ചെയ്യുന്നു. സ്ത്രീകൾക്കും സമയമില്ല. അങ്ങനെയെങ്കിൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ രാവിലെ ഉണർന്നയുടൻ എന്തൊക്കെ 3 കാര്യങ്ങൾ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും? ലക്ഷ്മിയുടെ അനുഗ്രഹം നേടാനുള്ള ലളിതമായ വഴികൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി അറിയാം. ലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവർക്കും വേണം. ലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി നമ്മുടെ പൂർവികർ പല രീതികളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ രീതികൾ ഈ തിരക്കേറിയ ജീവിതത്തിൽ പിന്തുടരുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ ഈ ആധുനിക തലമുറയിൽ ലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള 3 ലളിതമായ നുറുങ്ങുകൾ നമ്മുടെ പൂർവികർ പറയുന്നു. രാവിലെ ഉണർന്നയുടൻ
വീട്ടമ്മമാർ ഈ 3 നുറുങ്ങുകൾ പിന്തുടരുകയാണെങ്കിൽ ലക്ഷ്മി ദേവി തീർച്ചയായും എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും. അതിൽ സംശയമില്ല. ആ നുറുങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകൾ രാവിലെ ഉണർന്നയുടൻ 10 മിനിറ്റ് മാറ്റിവെച്ച് നന്നായി പല്ല് തേക്കണം. അങ്ങനെ പല്ല് തേച്ചതിനു ശേഷം വീടിന് പുറത്തു പോയി മുറ്റം കഴുകണം. കോലം ഇടണം. അരിമാവ് കൊണ്ട് ഇടുന്ന കോലം വളരെ മികച്ചതായതുകൊണ്ട് അരിമാവ് കൊണ്ട് കോലം ഇട്ടാൽ ലക്ഷ്മി ദേവി വളരെ സന്തോഷിക്കും. വാസ്തവത്തിൽ നമ്മുടെ പൂർവികർ എന്താണ് പറഞ്ഞതെന്നാൽ സ്ത്രീകൾ രാവിലെ ഉണർന്ന് കുളിച്ച് മുറ്റത്ത് വെള്ളം തളിക്കണം എന്നാണ്. എന്നാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് രാവിലെ എഴുന്നേറ്റാൽ കുളിക്കാൻ സമയമില്ല. കല്ലുപ്പ് തളിക്കാൻ മൺവാതിലുകൾ പോലും ഇല്ലാത്തതുകൊണ്ട് ഈ തിരക്കേറിയ ജീവിതത്തിൽ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റയുടൻ പല്ലുതേച്ച് തറയിലുള്ള വാതിലിൽ അല്പം വെള്ളം തളിച്ച് കഴുകി കോലം വരച്ചാൽ മതി. ഇങ്ങനെ ദിവസവും രാവിലെ ഏത് സ്ത്രീകൾ പല്ലുതേച്ച് കോലം വരയ്ക്കുന്നുവോ ആ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി ദേവി വസിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ സ്ത്രീകൾ ഇങ്ങനെ രാവിലെ കോലം വരച്ച ശേഷം അടുക്കളയിലേക്ക് പോയി ചായ കാപ്പി ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ചായയോ കാപ്പിയോ ഏതെങ്കിലും ഒന്ന് വെച്ചോളൂ. എന്നാൽ വെക്കുന്നതിന് മുൻപ് ഗ്യാസ് അടുപ്പിൽ മഞ്ഞൾ കുങ്കുമം കൊണ്ട് ഇട്ട് വെക്കുക. അതിനുശേഷം കാപ്പി ചായ എന്നിവ തയ്യാറാക്കി എടുക്കുക. ഇനി മൂന്നാമത്തെ ജോലി എന്തെന്നാൽ സ്ത്രീകൾ ഈ 2 ജോലികൾ ചെയ്ത ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ജോലികൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം തുളസി ചെടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. തുളസി ചെടിക്ക് വലിയ പൂജകൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ജീവിതങ്ങൾ എത്ര ആധുനികമായാലും സ്ത്രീകൾ ഈ 3 ഉപേക്ഷിക്കരുത് എന്ന് ശാസ്ത്രം പറയുന്നു. ഈ 3 ജോലികൾ ചെയ്യുന്നതിലൂടെ വീട് സുരക്ഷിതമായിരിക്കും. വീടിന്റെ സുരക്ഷയെ ഇഷ്ടമുള്ള സ്ത്രീ ഈ 3 ജോലികളും സൗജന്യമായി ചെയ്യണം. എന്നാൽ ചില സ്ത്രീകൾക്ക് ഈ 3 ജോലികളും വേലക്കാരെ കൊണ്ട് ചെയ്യാമോ എന്ന് സംശയം വരാതിരിക്കില്ല. ഒരു കാര്യം ഓർമ്മിക്കുക, വീടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ മാത്രമേ ഈ പരിഹാരം ചെയ്യാവൂ. ഗൃഹലക്ഷ്മി മാത്രമേ ഈ ജോലികൾ ചെയ്യാവൂ. വേലക്കാരെ കൊണ്ട് ചെയ്താൽ ഫലം അവർക്ക് പോകും. എന്നാൽ നിങ്ങൾക്ക് വരാത്തതുകൊണ്ട് സ്ത്രീകൾ രാവിലെ ഉണർന്നയുടൻ ഈ 3 കാര്യങ്ങളും മറക്കാതെ ചെയ്യുക. എല്ലാ ദിവസവും ഈ 3 കാര്യങ്ങളും ചെയ്താൽ ലക്ഷ്മി ദേവി തീർച്ചയായും അവൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും. സമ്പത്ത് വർഷിക്കും. അതിനാൽ സ്ത്രീകൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഈ 3 കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വീട് ലക്ഷ്മിയുടെ വാസസ്ഥലമായി മാറുകയുള്ളൂ. ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും.